പൈസ പ്രിന്റ് ഇടാൻ പോവാണ് ആഫ്റ്റർ 4 years. ഇപ്പോൾ ഫസ്റ്റ് ഡെലിവറി ആകുമ്പോൾ മോസ്റ്റ്ലി നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവായിരിക്കും. അപ്പം അങ്ങനെ ദിസ് ഈസ് സീക്രട്ട് ഓഫ് മൈ സ്കിൻ. കഴിച്ചു കഴിഞ്ഞാൽ തരൂന്ന് പറഞ്ഞത് നീ കഴിച്ചില്ലല്ലോ. അവർക്ക് നോക്കൂ ഇച്ചിരി കൂടെ ഉണ്ട്. സൂക്ഷിച്ചു വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ. എവിടെ കാണാത്ത എടുത്തിട്ടപ്പോ നമ്മുടെ കിളിയുടെ ഒരു പ്രത്യേകത, കിളി മുട്ടയിടും, പക്ഷെ ആ മുട്ട എടുത്തെറിയും. കണ്ട ന്യൂ ഇയർ ആയിട്ട് നിനക്ക് വല്ല റെസൊല്യൂഷൻ ഉണ്ടല്ലോ? ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇതൊരു പ്രമോഷനായിട്ട് കൂട്ടണ്ട. കാരണം ആഫ്റ്റർ ഡെലിവറി എല്ലാ കുക്കിങ്ങും ഫ്ലോപ്പാണ്. അതെന്താണെന്ന് അറിയാമോ, ലവബിൾ ആയിട്ടുള്ള ഹസ്ബൻഡ്സ് എപ്പോഴും വൈഫിന്റെ ജസ്റ്റ് ഒരു കമ്പനി മാത്രം മതി. അതിൽ ചോദ്യം കുടിക്കണില്ല. ബേബിയും സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കമ്മിങ് ബോക്സിൽ കാണാൻ നമ്മൾ ഫുൾ വൈബായിരിക്കും ഗൈസ്. ഞാൻ മറ്റേ സൂര്യ മറ്റേ ജ്യോതിക എടുത്ത് പറഞ്ഞ കേട്ടിട്ടുണ്ടോ ഗൈസ്? So we started New Year as usual cooking ഇല്ലാത്ത ഒരു സെലിബ്രേഷനും ഇന്ന് വരെ ഒരു യുഗത്തിലും ഉണ്ടായിട്ടില്ല. ഫുഡ് കഴിച്ചാൽ നമുക്ക് എന്തുണ്ടാവും അതിലുണ്ടാവും. സോ നമ്മൾ സ്പെഷ്യൽ ഡേയ്സിൽ സ്പെഷ്യൽ ഫുഡ്സ് വെക്കണം. സോ സ്പെഷ്യൽ ബീഫ് ഫ്രൈ അല്ല, ബീഫ് വരട്ടിയത്. പക്ഷെ എനിക്ക് ഉണ്ടാക്കണം. ഗൈസ്, അപ്പൊ നമ്മുടെ ന്യൂ ഇയർ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത്. ന്യൂ ഇയർ വ്ളോഗ് എന്ന് പറയാൻ പറ്റൂല, ഒരു ഡേ ന്യൂ ഇയർ ഡേ ആണ്. ബിക്കോസ് നാളെ നമ്മൾ എടുക്കുന്നത് ഇപ്പൊ ന്യൂ ഇയറിന്റെ തലേ ദിവസമാണ് അല്ലേ, 31st. ആക്ച്വലി കൊച്ചിയില് അല്ലല്ല കൊച്ചിയില് ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 20 തൊട്ടാണ്. ബിക്കോസ് 3 childrens ഓഫ് തന്തയാണ് ഞാൻ, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കണത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കില്ലേ ഓർമ്മകൾ ഇങ്ങനെ പോകണായിരുന്നു. ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് അടിച്ചിട്ട് എന്താ വേന, അതല്ല വൈബ്. സൂര്യ മറ്റേ ജ്യോതിക എടുത്ത് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? അതെന്താണെന്നറിയാമോ, ലവബിൾ ആയിട്ടുള്ള ഹസ്ബൻഡ്സ് എപ്പോഴും വൈഫിന്റെ ജസ്റ്റ് ഒരു കമ്പനി മാത്രം മതി. രണ്ടുപേർക്ക് നിനക്കട്ടെ, അതിൽ ജ്യോതിക കുടിക്കണില്ല. അത് സിനിമ, അത് ന്യൂ കമ്പനി അടിക്കുന്നേ. കൊച്ചിയിലല്ലേ എറണാകുളത്താണ് വേണമെങ്കിൽ പോലും ഈ മനുഷ്യരൊക്കെ ആണെങ്കിൽ ശേഷം എനിക്ക് കൊച്ചി വൈബൊക്കെ ഉണ്ട്. പക്ഷെ ഈ മനുഷ്യര് കൊച്ചി വൈബ് പോയി. നിങ്ങൾക്ക് പല വേർഡ്സ് നിന്നും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഇവൻ ന്യൂ ഇയർ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഓണം ആണെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ ഒരു വൈബ് ഉണ്ടെങ്കിൽ എപ്പോഴാണെങ്കിൽ ഞങ്ങൾ ആഘോഷിക്കുക. എനിക്ക് എല്ലാ സെലിബ്രേഷൻസും ആഘോഷിക്കാൻ ഇഷ്ടം. സോ എന്താ പറയുക, ചില്ല് ചെയ്യാൻ പറ്റിയെങ്കിലും ഞാൻ എൻ്റെ മൈൻഡ് ഫേസ് നമുക്ക് അത് വാങ്ങിക്കാം, ഇത് വാങ്ങിക്കാം, നമുക്ക് അത് ചെയ്യണം എന്നൊക്കെ പറയും ഞാൻ. ഇല്ലേ ഇല്ലേ? യെസ്. സോ എനിക്ക് എല്ലാ സെലിബ്രേഷൻസും എവറി മൊമെന്റ്സ് നമ്മുടെ ലൈഫിലുണ്ട് എല്ലാ കുഞ്ഞു മൊമെന്റ്സ് ആയാലും എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. സോ ഇപ്പം എനിക്ക് ബേബി കോളുകൊണ്ട് ചിലപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് വൈബ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബേബിയും സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കമ്മിങ് ബോക്സിൽ കാണാൻ നമ്മൾ ഫുൾ വൈബായിരിക്കും ഗൈസ്. നമ്മളെ ന്യൂ ഇയർ വ്ളോഗ് ഇങ്ങനെയല്ല ശരിക്കും. അല്ല നമ്മളല്ല, എന്റെ കഴിഞ്ഞ ഇവളെ കെട്ടണേക്ക് മുമ്പുള്ള ദിവളെ കെട്ടണേക്ക് മുമ്പുള്ള ന്യൂ ഇയർ ഇങ്ങനെയല്ല. അല്ല നീ പറയണ്ട കഴിഞ്ഞില്ലേ? ഇല്ലില്ല, ഇതിപ്പോ ഞാനല്ലേ പറയണത്. ഇവള് പറയട്ടെ, ഞാൻ പറയാട്ടോ. ഒരാള് നമ്മുടെ ലൈഫിൽ ഒരാൾക്ക് ഫ്രണ്ട്സ് പോയാ വൈഫ് വന്ന്, അപ്പൊ വൈഫ് വന്നാലും ഫ്രണ്ട്സിന്റെ അതേ വൈബ് കൊണ്ടുവരാൻ ശ്രമിക്കണം. മനസ്സിലായി നിനക്ക്? അല്ലാണ്ട് അയ്യോ എന്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് കള്ളു പിടിക്കാൻ ഞാൻ കല്യാണം കഴിച്ചു, അതാണ് വൈബ്. അല്ലാണ്ട് നിന്റെ ഒപ്പം ഇവിടെ നിന്ന് 2 പെഗ് അടിച്ചോണ്ട് എന്താവാനാ? അവന്ന് 2 പെഗ് ഒക്കെ അടിച്ച് സെറ്റായി ലാസ്റ്റ്. ആ സത്യമാണോ? ഇല്ലെന്ന് പറയണില്ല. ഫ്രണ്ട്സിന്റെ ഒപ്പം 2 അടിച്ച് അത് കഴിഞ്ഞിട്ട് അടിച്ച് തെറിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങി. അതാണ് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. അങ്ങനത്തൊക്കെയാണ് വൈബ്. അല്ലാണ്ട് ഇവന്ന് അടിച്ച് കിടന്ന് ഉറങ്ങാനാണെണെങ്കിൽ സർബത്താണെങ്കിലും മതി കുടിച്ചാൽ മതി അല്ലേ? ഞാൻ ഇവിടെ ചട്ടി കരിയുന്നു. നമ്മുടെ ന്യൂ ഇയർ കടായി ചിക്കനായി അല്ലേ?
സെറ്റ് ആവുമ്പോ സൈനസ് ഇറങ്ങും സമയനായി ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട്. ആക്ച്വലി ഇതാണ് നമ്മുടെ ലൈഫ്. അതായത് എന്തൊക്കെ പരിപാടി വന്നാലും ചോറ് കൊടുക്കാൻ പിള്ളേർക്ക് അറ്റ് ടൈമിൽ അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫീഡ് ചെയ്യണം അമ്മമാരാണെങ്കിൽ എവിടെയാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും കൊച്ചിനേക്ക് 2 മണിക്കൂർ കഴിയുമ്പോൾ ഫീഡ് ചെയ്യണം. ഞാൻ ഇതുപോലെ പരിഭവം വന്ന കഴിച്ചു എനിക്ക് ഫ്രണ്ട്സിനോട് വൈബൊന്നും പറഞ്ഞിട്ട് ഇവിടെ നടുവേനായിട്ട് നടക്കുകയാണ്. എനിക്കിതിലും പരിഭവമൊന്നും ഇല്ല. ജോടെ വർത്താനത്തിൽ പരിഭവം ഉണ്ടെന്നാണ്. പരിഭവം ഉണ്ടെന്നാണ്. പക്ഷെ എനിക്ക് പരിഭവമൊന്നുമില്ല. കാരണം എനിക്കറിയാം. കാരണം 3 പിള്ളേരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതല്ല. മനുഷ്യന് പരിഭവം. അപ്പൊ എന്താ നിങ്ങൾക്കൊന്നും ഒറ്റക്കാൻ ആവില്ല. ബീഫ് ഉണ്ടാക്കാൻ പറ്റുന്നതിനെക്കൊണ്ട് ബീഫ് എല്ലാ പരിപാടിക്കും ബീഫ് കറി, ബീഫ് റോസ്റ്റ് പോലെയൊക്കെയാണ്. ഈ പ്രാവശ്യം നമ്മൾ വിചാരിച്ചു ബീഫ് ഇങ്ങനെ വരട്ടിയ പോലെ വെക്കാന്ന്. അപ്പൊ അത് ബീഫ് വരട്ടിയതാകോ ബീഫ് കറിയാകോ എന്ന് അറിയത്തില്ല. കാരണം ആഫ്റ്റർ ഡെലിവറി എല്ലാ കുക്കിങ്ങും ഫ്ലോപ്പാണ്. സോ ഈ പ്രാവശ്യം ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാൻ എന്തായാലും വളരെ പ്രിപ്പയർഡ് ആയിട്ട് സെറ്റ് ആക്കി വെക്കണത്. ഏതെങ്കിലും യൂട്യൂബ് ചാനൽ നോ യൂട്യൂബ് ചാനൽസ് അല്ല. ഞാൻ ഒരിക്കലും ആരെയും കുറ്റം പറയാനല്ല കേസ്. ബിക്കോസ് ഞാൻ യൂട്യൂബ് ചാനൽസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കൊളോവാണ്. സോ ഞാൻ എൻ്റെ സ്വന്തം ഉണ്ടാക്കാൻ നേരത്ത് കൊളോവാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ രീതിയിൽ ഞാൻ അത് പച്ചവെളിച്ചെണ്ണയൊക്കെ തൂടി നല്ല എരിവെള്ളം മുളക് പൊടിയും പച്ചമുളകും എല്ലാം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് മണം വരുന്നുണ്ടോ? മീനിൻ്റെ മണം വന്നാൽ അല്ലെങ്കിൽ പച്ചവെളിച്ചെണ്ണ ഇതൊക്കെ ഇങ്ങനെ കുഴക്കുമ്പോൾ ഒരു സ്മെല്ല് വരും. നന്നായിട്ട് ഇങ്ങനെ നേരടി കഴിഞ്ഞിട്ട് ഞാനിതെടുത്ത് വിസിൽ വരാൻ വേണ്ടി വെക്കും. അതന്നെ ആഫ്റ്റർ വേറെ ഒന്നുമില്ല. ഞാൻ അതിൽ നിന്ന് ചോറ് കൊടുക്കാൻ വേണ്ടി പോകും. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കാം. ഇത് വേവണമല്ലോ. അയ്യോ നീ ആ സമയം കൊണ്ട് സവാള കുക്കറിൽ നിന്ന് ബീഫ് വെന്തോണ്ടിരിക്കുകയാണ്. ഈ ബീഫിന് വേവുണ്ടോ? മതിയായിരിക്കോ? 5 6 ഒരു വിസിലായിട്ട് ഞാൻ കുറച്ച് സ്ലോയിലിട്ട് അതിനുശേഷം ഇപ്പം 5 6 വിസിലായി. ബീഫ് വെന്തിട്ടുണ്ടാവല്ലേ? തുറന്നോക്കട്ടെ. ആഫ്റ്റർ ലോങ് ടൈം ആയതുകൊണ്ട് ഇത് പൊട്ടി കറി കാണിച്ചു തരാം. കണ്ടിട്ട് കൊതിയാ വന്നിട്ടാ. കാണിച്ചടി പൊക്കി കാണിച്ച്. ഗൈസ് അപ്പൊ നമ്മുടെ പിള്ളേര് ഇവിടെ 2 എണ്ണം ഇവിടെ ഒന്ന് കളിച്ചോണ്ടിരിക്കുന്നതാണ്. ഈ സംഭവം പിറക്കി പണ്ടാരടങ്ങും നമുക്ക്. പിന്നെ നമ്മുടെ കുഞ്ഞു ബേബി ഇവിടെ ന്യൂ ഇയറൊക്കെ ആയിട്ട് അപ്പട കാലിൽ ഇങ്ങനെ കിടക്കണ. ഈ കൊച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചു താഴെ കിടക്കില്ല ഗൈസ്. ഈ കൊച്ചു ഇങ്ങനെ മേത്തും കയ്യിലൊക്കെ ഇരുന്ന് ഉറങ്ങേ ഉള്ളൂ, ഇരിക്കേ ഉള്ളൂ. അപ്പൊ വിശക്കുന്നുണ്ട്. ജോ അവിടെ കഷ്ടപ്പെട്ട് കുക്ക് ചെയ്യാനാണ് രണ്ടെണ്ണം തിന്നാൻ വേണ്ടിട്ട്. സയ്യൂസേരെയും അതിൽ നിന്ന് നിറക്കും. അത് നിറച്ചിട്ട് അത് ആരെങ്കിലും തലയിൽ കൊണ്ടിടും. അതാണ് ഇപ്പം ഉള്ള കളി. കണ്ട ഗൈസ്. അപ്പോൾ വിശന്ന് പണ്ടാളേൻ്റെ ഫുഡ് കഴിക്കാണ്ട് പോയതാണ്. ഫുഡ് കഴിക്കാണ്ട് പോയപ്പോൾ ആ ബീഫ് കണ്ടിട്ട് അത് നിങ്ങളെ കൂടെ കാണിച്ചിരാൻ തോന്നി. കാരണം സോ സൂപ്പർ. കണ്ടാൽ തന്നെ അറിയാതെ പൊളിയാണെന്ന് ജോ വൈഫ് ഉണ്ടായിക്കൊണ്ട് പറയണല്ലേ. കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല തന്നെ പറയും. വിശന്നിട്ട് പോയതാണ്. വിശന്നിട്ട് എടുക്കാണ്ടി പോയതാണ്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കായി വീഡിയോ എടുക്കാണ്ടി വന്നപ്പോൾ ആ ബീഫ് ഞങ്ങൾ കാണിച്ചത്. ഗൈസ് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്.
കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഫുഡ് കഴിച്ചുണ്ട്. ഇത് നല്ലതാണ് ചീത്ത ഞാൻ പറയാം ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ അല്ല ജോ ഗൈസ്. അപ്പോൾ ജോ രാവിലെ തന്നെ രാവിലെ അല്ല ഇത്തിരി ഉച്ചയായപ്പോഴത്തേക്കും 11 മണിയായി. അപ്പോൾ നമ്മൾ കുറ്റം മാത്രം പറയാനും ജോ വാ തുറക്കണത്. ആക്ച്വലി എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം ഗൈസ്. അപ്പൊ ഇന്നലെ നമ്മുടെ സ്നേഹമോള് ഉറക്കിയിട്ടില്ല. സേറയും അപ്പൊ രാവിലെ ഇപ്പൊ നമ്മള് രാവിലെ പുട്ടാണ്. പിന്നെ അമ്മിച്ച് അച്ചിങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് എന്താണ് ആണോ? പിന്നെ ക്യാരറ്റ് ഇവിടെ ജോ ഉണ്ടാക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് കാണിച്ചു ബീഫ് തേങ്ങാപ്പാലയിൽ ഉണ്ടാക്കിയാണ്. ജോടെ വായിൽ വെള്ളം തന്നെയാണ് അത്. ഗൈസ് അപ്പൊ ഞാനിവിടെ ഒന്നും ചെയ്യാത്ത ഞാൻ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ഗൈസ്. ന്യൂ ഇയർ ആയിട്ട് നിനക്ക് വല്ല റെസൊല്യൂഷൻ ഉണ്ടല്ലോ? ന്യൂ ഇയർ റെസൊല്യൂഷൻ അല്ല ഞാൻ വിചാരിച്ചത്. റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇന്ന് തെറ്റിക്കാൻ തോന്നും. അതാണ് റെസൊല്യൂഷൻ ആയിട്ട് പറയുന്നില്ല. ഇങ്ങനെ ഒന്ന് ഇപ്പൊ നമ്മുടെ യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ ഇട്ടു വീഡിയോ വ്ളോഗ്സ് ഒക്കെ വീഡിയോ ഷോർട്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് എല്ലാം ഇത് ഡിലേ ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കാം അല്ലേ? അതൊക്കെ ഒന്ന് സെറ്റ് ആക്കാം. കറക്റ്റ് ടൈമിൽ ഇടാൻ പറ്റണം. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ നിങ്ങള് സാറ പറഞ്ഞ സ്റ്റൈലൊന്നും വേണ്ട അമ്മച്ചിക്ക് പാടില്ല ഗൈസ്, അതുകൊണ്ടാണ്. എനിക്ക് സുഖമില്ല, അതുകൊണ്ടാണ് എനിക്ക് സ്വലം ഇങ്ങനെ അതെന്നെ കളിയാക്കണം. ഗൈസ് അപ്പൊ സൈഡ് സേറെ ഇവിടെ തിന്നോണ്ടിരിക്കണാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മളിവിടെ ഒരു കുഞ്ഞല്ലോ ഇത് നല്ല വലുതാണ്. അപ്പൊ നമ്മള് ഈ മിണ്ടാപ്രാണിക്കും കൂടി ദോശ കൊടുക്കുന്നുണ്ട്. ജോ കണ്ടാല് തെറി പറയും ഗൈസ്. ഇഷ്ടമായാ പിന്നെ പറഞ്ഞ് ഗൈസ്. അപ്പ ജോ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഫേസ് അത്ര സുഖമില്ലല്ലേ ഗൈസ്? എന്താ അത് കിഴിയ? ഗൈസ് അപ്പൊ അവിടെ അമ്മിച്ച് ബേബിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവം സെറ്റ് ചെയ്യണേണ്. വെള്ളം ജോ വെച്ചു, ക്യാരറ്റ് കുക്കിംഗ് ഈസിയാണ്. ഉമ്മച്ചി ആരാന്ന് അറിയാത്തവരുണ്ടോ? സഹായിക്കുന്നതിന് ചേച്ചിയാണ്. ഉരുളക്കിഴങ്ങ ഇങ്ങനെ വെക്കണല്ലോ. എന്താ വലിയ എന്നാ അത് തുറന്നിട്ടെടുക്ക്. എന്താ ചോ തുറന്ന് നോർമൽ ക്യാരറ്റൊക്കെ ചെയ്യില്ലേ, വെജിറ്റബിൾസ് ചെയ്യുമ്പോൾ നമ്മൾ മുളക് പൊടി ഇടത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് എരിവുള്ള കറികൾ ഇഷ്ടമുള്ളതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവ് മാത്രമല്ല ജസ്റ്റ് മുളക് പൊടിയൊക്കെ ഇടുന്നത്. പക്ഷെ നമ്മൾ മുളക് പൊടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് ഇതിന് വെജിറ്റബിൾസ് നിർബന്ധ അല്ല. എനിക്ക് ഏത് വെജിറ്റബിൾ എന്തായാലും കഴിക്കണം. ദാറ്റ് ഈസ് സീക്രട്ട് ഓഫ് മൈ സ്കിൻ. അമ്മിച്ച് ബേബിനെ കുളിപ്പിക്കണയാണ്. നമ്മളിവിടെ ബേബിനെ കുളിപ്പിക്കാണ്ട് വേറെ ആളെ വെച്ചില്ല. കാരണം അമ്മച്ചിക്ക് അറിയാം അല്ലേ അമ്മ?
പോരാത്തതിന് അമ്മിച്ച് ഈ ബേബിനെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് പോകാറുണ്ട്. നിങ്ങൾക്ക് അയക്കിങ്ങതൊക്കെ ഇതുവരെ കൊച്ചിയിൽ ബേബിനെ കുളിപ്പിക്കാൻ ആളെ നോക്കണമെങ്കിൽ കോണ്ടാക്ട് മരിയ. ഇതൊരു പ്രമോഷനായിട്ട് കൂട്ടണ്ട. ഇപ്പൊ ഫസ്റ്റ് ഡെലിവറി ആകുമ്പോൾ മോസ്റ്റ്ലി നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ആൾക്കാർ തേങ്ങ കൂടുതലുള്ള ഫുഡ്സ് കഴിക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ കിട്ടും, സോറി ബ്രസ്റ്റ് മിൽക്ക് കിട്ടും. അപ്പൊ നമ്മൾ മോസ്റ്റ്ലി ഫുഡ്സിലൊക്കെ ഇതുപോലെ അമ്മമാരോട് പറയണം തേങ്ങ ആഡ് തരാൻ. മമ്മി എനിക്ക് അവിടെ വെച്ചിട്ട് എല്ലാത്തിനും തേങ്ങ ഇട്ട് തരും. പാലൊന്നും തന്നെ തലക്ക് സൊയിലുണ്ടായില്ലല്ലോ. ചെറുപയർ അല്ലേ? ചെറുപയർ വെരി ഗുഡ്. ചെറുപയർ ഞങ്ങൾ ലോകത്തൊരു മനുഷ്യരുണ്ടാവില്ല. ചെറുപയർ പറയാത്തിണ്ടായിരുന്നു. സേറമോക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. സെറമോൾ സംഭവിക്കാൻ കുറേ കഴിക്കുന്നത് പിന്നെ കഴിച്ചു എനിക്ക് ചെറുപയർ ആ നേരത്ത് ദേഷ്യം വരും. സോ തേങ്ങ നമ്മൾ ഇട്ടതിന് ശേഷം ആദ്യം മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തടച്ചു വെച്ചു. അത് മുളക് പൊടി നോക്കിക്കൂടി ശേഷം തേങ്ങ ഇതുപോലെ ഇട്ട് വെച്ചിട്ട് അപ്പം തന്നെ ഇളക്കാൻ പാടില്ല. പിന്നെ അടച്ചു വെക്കണം. ഗൈസ് നമ്മുടെ കിളിയുടെ ഒരു പ്രത്യേകത തന്നെ, കിളി മുട്ടയിടും പക്ഷേ ആ മുട്ട എടുത്തെറിയും. കണ്ട താഴെ കിടക്കണ്ട ഗൈസ് മുട്ട. അത് എന്താണെന്ന് നിങ്ങൾ കമന്റ് ബിലോ, അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. കിളി മുട്ട ഇട്ട് മോനെ, എന്നിട്ട് എല്ലാ മുട്ട എടുത്ത് എറിഞ്ഞ് എന്നിട്ട് ഇവിടെ ഊനാലാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരുമ്പട്ടവള് കണ്ട. എന്താ നിനക്ക് അതിനോട് പറയാനുള്ള അഭിപ്രായം? അതെനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി പറയാറില്ലല്ലോ കുഞ്ഞുങ്ങളൊന്നും ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്നവര്. അത് ലിവിങ് ടുഗദർ സീനാണ്. സോ മുട്ടയിട്ട് കുഞ്ഞു വിരിയുന്നത് നിങ്ങൾ അറിയണോണ്ട് മുട്ടയെടുത്ത് 1 2 3 4 5 ആയിരുന്നു. ഞങ്ങൾ തലേദിവസം മുട്ടയിടാൻ മുട്ട ഇട്ടിട്ടുണ്ട്. നാളെ കുഞ്ഞു വിരിയും നോക്കാൻ നേരത്ത് കൂട്ടിൽ മുട്ട ഉണ്ടാവില്ല, എല്ലാം താഴെ ചെതറി കിടപ്പണം. സോ ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം ഈ പണ്ടാരം ചെയ്യണത്? 50 പട്ടുപോയി. ബേബിയുടെ ബേബിയുടെ കുളിയൊക്കെ കഴിഞ്ഞപ്പോ സായി തുണി എടുത്തരാണ്ട് വെയിറ്റ് ചെയ്യണാണ്. എടുത്തതാ അതല്ല മറ്റേത് ഒരു ആപ്പിളിന്റെ അത് തന്നെ വേണ്ട ഗൈസ്. അപ്പൊ അടുത്ത ആളിവിടെ വെയിറ്റ് ചെയ്യണത് ബേബിക്ക് ചെറിയ ഡൈപ്പർ റാഷ് ഉണ്ട്. കാരണം കുളി കഴിയുമ്പോ ഇതൊക്കെ ചെയ്യുമെന്ന് അറിയാം. അതുകൊണ്ട് സേറ വെയിറ്റ് ചെയ്യണാണ്. സേറ ഡൈപ്പർ ക്രീം എടുത്തേ, റാഷ് ക്രീം. അവർക്ക് എത്തൂലെന്ന് അറിയാവുന്ന. വൈബ്സ് വേണ്ട, വൈബ്സ് വേണ്ട. ആ ഓക്കെ കാപ്പക്ക് അപ്പം ഇട്ടോളാം. ഗൈസ് എന്നെ ഇവിടെ നിന്ന് കുറ്റം പറയണേന്ന് ഗൈസ്. പിള്ളേർക്ക് പപ്പടം വറുക്കാൻ വേണ്ടിട്ട് ആ പപ്പടം തിന്നിരിക്കണേന്ന് ഗൈസ്. അപ്പൊ പിള്ളേർക്ക് നമ്മൾ പപ്പടം വറുത്തിട്ടുണ്ട്. ജോടെ ഇതാണ്ട ജോ കുഞ്ഞു പപ്പടം വെച്ച് സാധാരണ ഇവിടെ മേടിക്കണ വലിയ പപ്പടം. പിന്നെ ചെമ്മീൻ മറക്കാനിട്ട് പോണല്ലേ. ജോന ആടെ കുറ്റം പറയാണ്ട് ഒരു മിനിറ്റ് കേട്ടാ. പാട്ട് പാടണം. ചെറിയ പാട്ടോടാ അപ്പൊ വീഡിയോ എടുക്കാം. ആ പാടിക്കോ. ഓമ്മ ചെമ്മീനുള്ള സൂപ്പർ ചെമ്മീനാണ് ഗൈസ്. സേറ ചെമ്മീനാണ് വേണ്ടത് പപ്പടമാണ് വേണ്ടത്? എടി സേറ ഒരു പാട്ട് പാടിത്തരൂടി ബേബിക്കാണ്. പാവടി ബേബി പാട്ട്. ഓക്കെ പാട്ട് ഈ വീട്ടിലെ ഏറ്റവും വലിയ പപ്പടക്കള്ളനാണ് ഈ കള്ളൻ. കള്ള എന്താ കള്ള? ചെമ്മീൻ്റെ മണം, ചെമ്മീൻ്റെ മണം. ഇഷ്ടപ്പെടില്ല എന്ത് മണമെന്ന്. മേടിച്ചില്ല, ഞാൻ നടന്നു.
ആ അപ്പൊ മേടിച്ചിട്ട് വന്നേ മോനെ. എന്താണ് ഈ കൂട്ടത്തില് ഇത്തിരി വൃത്തി കൂടിയുള്ള ഇത്. പക്ഷെ അവർക്ക് കഴിക്കണേന് കുഴപ്പമൊന്നുമില്ല. മീൻ കാണാൻ പാടില്ല, പക്ഷെ മീൻ പൊരിച്ച് കഴിഞ്ഞാൽ തിന്നാണ്. അല്ലേ സാറാ? അല്ലേ സാർ? മറ്റേ ഡാൻസ് റെഡി കണ്ണാമൂച്ചി കൊഞ്ചിനെ കാണില്ല, കൊഞ്ചാൻ കളിക്കും. ഗൈസ് അപ്പൊ നമ്മടെ മുട്ട എടുത്ത് എറിയണ കീലിട മുട്ട എടുത്ത് ക്ലീൻ ചെയ്യാണ്ട് പോണാണ് ഗൈസ്. So guys, അപ്പൊ നമ്മുടെ മുട്ട എല്ലാം എടുത്ത് കാണിച്ചുതരാം. പണ്ടാരം തന്നെ പൊളിഞ്ഞ ജോ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ. അവിടെ കളണത്ത് എടുത്തിട്ടപ്പോൾ എടുത്തിപ്പ ഇനിയുണ്ട്. കണ്ട് ഇതിനെ കൊല്ലുന്നു. ഒന്നും ചെയ്യില്ലടി, ഒന്നും ചെയ്യില്ലടി. ഇത് ഇനിയുണ്ട്. ഇല്ല വരില്ല, നിന്നെ കണ്ടെന്തായാലും നിന്റെ അടുത്തോട്ട് വരൂല. ഇല്ലടി നിന്നെ കണ്ട നിന്റെ അടുത്തോട്ട് വരില്ല. എല്ലാം തന്നിട്ടുണ്ടേ. പാവ ആരാതാ അതിന് ആ മുട്ട എടുത്ത് എറിഞ്ഞത്. വേണ്ട മുട്ട വേണ്ട വെക്കില്ലടാ. ഇതാണ് ഗൈസ്. എന്താടി ഇങ്ങനെ തുടങ്ങണത്? ഞങ്ങൾ എന്തോരം ആഗ്രഹിച്ചു നിന്റെ മുട്ട കിട്ടാൻ പൊരിച്ചിനായിരുന്ന നിന്നെ ശരിയാക്കി ചെയ്യാം. ലഞ്ച്. അപ്പൊ ഗൈസ് ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നതാണ്. ഞങ്ങക്ക് ഈ വിഭവങ്ങളൊന്നും ഞങ്ങളുടെ ഇന്നത്തെ ന്യൂ ഇയർ വിഭവങ്ങളല്ല, ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ വിഭവങ്ങളാണ്. കഴിഞ്ഞ വർഷത്തെ ഫുഡാ. അതെ, മീൻകറി മീൻ വറുത്തത് നമ്മൾ ഇന്നലെ ചേന വറുത്ത് വെച്ചാണ്. അപ്പൊ അത് ഒന്നും കൂടെ വറുത്തു. പിന്നെ ചെമ്മീൻ നമ്മുടെ കഴിഞ്ഞ വർഷം വാങ്ങിച്ചാണെങ്കിലും ഇന്നാണ് വറുത്തത്. പപ്പടം കഴിഞ്ഞ വർഷം കടയിൽ നിന്ന് വാങ്ങിച്ചാണെങ്കിലും ഇന്നാണ് വറുത്തത്. ക്യാരറ്റ് ഇന്നലെയാണ് കഴിഞ്ഞ വർഷം അരിഞ്ഞെങ്കിലും ഇന്നാണ് ഉണ്ടാക്കിയത്. ക്യാരറ്റ് കുഞ്ഞാത്. അപ്പം നിങ്ങളുടെ ഫുഡ് കൊടുത്തിട്ട് വേണം ഒന്നേ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി. നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് ഉറപ്പൊന്നും വന്നിരിക്കുന്നത് നല്ല ആഗ്രഹം മാത്രമുള്ള കഴിച്ചു. ഭയങ്കര പിള്ളേര് കമന്റ് ബില്ലോ ബിക്കോസ് 3 പേരുടെയും അത് നമ്മൾ പറയുമല്ലോ പിള്ളേര് വേറെ വിട്ടെന്ന് പറഞ്ഞാൽ 3 പേരുടെയും ഒരു ഉറക്കത്തിന്റെ സീൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞായിരിക്കുമ്പോ സൈക്കിളിൽ ഉറങ്ങിയില്ലായിരുന്നു, പകൽ ഉറങ്ങായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സേറമോളെന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ലാത്ത കൊച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സേറയായിരുന്നു രണ്ടാമത്തത്. നന്നായിട്ട് പകലും ഉച്ചയ്ക്കൊക്കെ ഉറങ്ങുമായിരുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ്. ഇപ്പോഴാണ് അവള് ഭയങ്കര പ്രശ്നക്കാരിയായി മാറി. ഈ സാധനം പറയണ്ട, രാത്രി നമ്മൾ ഉറക്കാതെ ഇല്ല വലിച്ച അതൊരു പ്രത്യേക വാശിയാണ് അല്ലേ? അതൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടാണല്ലോ അവർക്ക് ഉറങ്ങണ്ട. നമ്മൾ ന്യൂ ഇയർ ആയിട്ട് കാന്നുകളി കാണാൻ പോയില്ല, ബിക്കോസ് അങ്ങോട്ട് പോകാൻ അടുക്കാൻ പറ്റില്ല. സോ നമ്മൾ വിചാരിച്ചു ന്യൂ ഇയർ അല്ലേ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇവിടെ ഇമിറ്റേറ്റ് ആണ്, ഞാൻ വീട് എടുക്കുന്ന പോലെ ഇമിറ്റേറ്റ് ചെയ്യണ. ഞാൻ ഏൽക്കട്ടുണ്ട്. ഓക്കെ, എന്താണ് വീട് മൊത്തത്തില് 4 വർഷമായപ്പോ നീ എന്തോ പറയണ്ടായിരുന്നു? സെപ്പറേറ്റഡ് ആകുമ്പോഴാണ് ആഫ്റ്റർ 4 years. സോ നമ്മള് ആഫ്റ്റർ മാരേജ് 4 years ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു കട്ടിലാണ് കിടന്നുറങ്ങുന്നത്. സോ നമ്മൾ വിചാരിച്ചു സെപ്പറേറ്റ് ആവാം. ഞങ്ങളങ്ങനെ സെപ്പറേറ്റ് ആവുകയാണ് ഗൈസ്. അങ്ങനെ ഇല്ല, പിള്ളേരെ സെപ്പറേറ്റ് ആക്കാൻ പോകുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ സോ അങ്ങനെ ബിക്കോസ് ഒരുമിച്ചിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അംഗങ്ങൾ കൂടി കാരണം കട്ടില്ല. അപ്പൊ ഈച്ചാന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോ ഓക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചിടും. സൈലൻസ് ഇറക്കി കട്ടിൽ മേടിക്കുന്നതായിരിക്കും. പക്ഷെ സൈലൻസാരെ അത്ര വലുതായിട്ടില്ലല്ലോ. പക്ഷെ ആക്ച്വലി ഒരു 1-2 years ഒക്കെ ആകുമ്പോൾ തന്നെ ബേബീസിനെയൊക്കെ നമ്മൾ മാറ്റി കിടത്തി പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ബിക്കോസ് ഗുഡ് തിങ്. ബിക്കോസ് ഞാനൊരു വീഡിയോ റീൽ കണ്ടതാണ്, നമ്മൾ
ബേബീസിനെയൊക്കെ കൂടെ കിടത്തുമ്പോൾ അറിയാം നമ്മൾ ഹസ്ബൻഡ് വൈഫാണ്, കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മള് വാള് മൊത്തം ഉപ്പ് വരച്ച് നശിപ്പിച്ച് വെച്ചേക്കണാണ്. ജസ്റ്റ് ഒരു വോളില് ഏറ്റവും വൃത്തിയിട്ട വോള് നമ്മളൊന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു. അതെ, പെയിന്റിങ് എന്ന് പറയുന്നത് നിങ്ങളെ വെച്ച് നമ്മുടെ ആ റൂമിന്റെ പണി നടന്നുകൊണ്ടിരിക്കണേണ്. ഫൈനൽ ലുക്ക് കാണിച്ചോട്ടെ ഗൈസ്. കൊള്ളാം അല്ലേ? ഗൈസ്, അപ്പൊ ഇന്ന് 1-ാം തീയതി ആയിട്ട് കട്ടപ്പണിയാണ്. 1-ാം തീയതി പണി എടുക്കുന്നത് നോക്കിയിരിക്കണായിരുന്നു. പണിയോട് പണിയായിരുന്നു. ജോനിയുടെ ശ്രദ്ധിക്കാൻ മനസ്സിലായില്ല. ഗൈസ് നമ്മള് ഇതാണ് കേട്ടോ ഗൈസ് ഒട്ടിച്ചത്. മേളിലേക്ക് ഒട്ടിച്ചല്ലേ, ഒറ്റ ഷീറ്റ് മേടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ തട്ടിക്കൂട്ടിൽ ഒട്ടിക്കലാണ്. ഇത് ഒട്ടിക്കലൊന്നും വൃത്തിയായിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ അറിവില്ലായ്മ, പിന്നൊന്ന് ആ മതില് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വേണം ഇന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ജോ? അതിനിടക്ക് ജോ മണ്ടത്തരം കാണിച്ച് അത് ഒരു ഷീറ്റ് കളഞ്ഞ്. ഞാനല്ല പഴയ വൃത്തിയിടില്ല. പഴയ വൃത്തിയുടെ വെച്ച് നോക്കുമ്പോ ഇത് ബെറ്ററാണ് അല്ലേ? എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. നല്ല ക്ഷമയുണ്ട് ചെയ്തല്ല. ഞങ്ങൾ ഇഞ്ചി അതിന്റെ കൈയൊക്കെ കഴുകാൻ പോണേ, ഇതൊന്നും ഇല്ലല്ലോ. എടാ ചൂടിലെടുത്തിട്ട് അവിടെ വെച്ചോടാ. എൻ്റെ കൈസ് നമ്മള് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ന്യൂ ഇയറിന്. സോ ന്യൂ ഇയറിന് കേക്ക് കട്ട് ചെയ്യണ പരിപാടി അങ്ങനെ നമുക്കില്ല. പക്ഷെ സൈക്കിളിന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കേക്ക്സും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ന്യൂ ഇയറിന്റെ കേക്ക് കട്ടിങ് സായുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാണ്. സായിനെടുത്ത് ഇതെന്താണ്? ഇരിക്കോടാ. സേറ അപ്പുറത്തല്ലേ? ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മള് എന്ത് ചെയ്യാണ്? കേക്ക് കട്ട് ചെയ്യാൻ പോകണം അല്ലേ? കത്തി അമ്മ ഇവിടെ വെക്കാം. ഇവിടെ കത്തി കൈ മുറിയും. കൈ മുറിയും. തരാം തരാം. തുറക്കട്ടെ. അപ്പൊ സോ സൈവ് ആണ് ഇന്ന്, സൈവ് സേറയാണ് ഇന്ന് ന്യൂ ഇയർ കേക്ക് കട്ട് ചെയ്യാൻ പോകട്ടെ ഗൈസ്. അപ്പൊ അത് കേക്ക് സൈഡ് പിടിച്ചാൽ മതി. കത്തി നമുക്ക് ഇല്ലാതാണ് വീട്ടിലത്തെ കത്തിയാണ് കൊടുക്കുന്നത്. ഇന്നലെ ഇവിടെ കത്തിച്ച് പപ്പാഞ്ഞിന്. ഇപ്പൊ നമുക്ക് കട്ട് ചെയ്യണ്ട. എന്താണ് പാട്ട് പറഞ്ഞില്ലേ നിങ്ങള്? അവർ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. സൈഡ് ബർത്ത്ഡേ കഴിഞ്ഞിട്ടോ ഗൈസ്? നമുക്ക് വായിച്ചേ, നമുക്ക് ഇതെടുത്ത് വായിച്ച. ചൈനയുണ്ട്. അപ്പന്റെ കാര്യങ്ങളെല്ലാം അവന് ചെയ്യണം. അപ്പൻ്റെ കൂടെ കിടക്കണം. അപ്പൻ്റെ കൂടെ കിടക്കാന്നുള്ളത് വേറെ ആരും സമ്മതിക്കില്ല. സ്ഥലത്ത് ആഴത്തിന് നശിക്കും. തിന്നട്ടെ അല്ലേ? രണ്ട് കാര്യം കൂടെ ഉള്ളു. അതുകൂടെ കഴിഞ്ഞിട്ട് തിന്ന് കഴിഞ്ഞിട്ടിരിക്കണേ. അത്തിയുടെ കഴിഞ്ഞ് ഇനി നീയാണ് കഴിക്കേണ്ടത്. വാ തുറക്ക്. അത്തിന് ചോറ് കഴിഞ്ഞ അത്തി ഇന്ന് കഴിഞ്ഞാൽ അമ്മ പോയി വാ കഴിക്കുന്നു. നിന്റെ സൈക്കൂട്ടനാന്ന് പറഞ്ഞേ. വാ തുറക്ക്. നമുക്ക് സമ്മതം മതി. ഇന്നത്തേക്കുള്ള ചോറില്ല.
ഞാൻ ഫോൺ തരൂല കേട്ടോ, നിന്നില്ലല്ലോ, തരൂല. ക്യാൻസൽ, ഫോൺ ക്യാൻസൽ. ഞാൻ പറഞ്ഞത് കഴിച്ചു കഴിഞ്ഞാൽ തരൂന്ന് പറഞ്ഞത്, നീ കഴിച്ചില്ലല്ലോ. അവർക്ക് നോക്കൂ, ഇച്ചിരിയും കൂടെ ഉണ്ട്. ആ ഓക്കെ, അത് വായിൽ ഇറക്കണം, തൂപ്പാൻ വിചാരിക്കണ്ട. കഴിഞ്ഞിട്ടില്ല. ഞാൻ introduce Dosha, this for Amchi and I'm going to feeding. Actually 2026 ആയിട്ട് എന്താന്ന് അറിയാൻ പാടില്ല കേട്ടാ. മാറ്റമാണെന്നറിയാം, നിറയെ മാറ്റം. നമ്മുടെ റൂം കാണിച്ചിട്ടില്ലല്ലോ, ഫൈനൽ ലുക്ക് കാണിച്ചിട്ടില്ലല്ലോ, വലിയ ഇതൊന്നുമില്ല. പക്ഷേ എന്താ പറയാ, എന്താണ് കല്ല് കാറ്റാ സെറ്റ് ആക്കിയാണ്. അമ്മച്ചിക്കാണ്, എനിക്കല്ല. അപ്പൊ ഗൈസ് ഫൈൻ ലുക്ക് കാണിച്ചു തരാം. ഫൈൻ ലുക്ക് നീ എല്ലാരും ചെല്ലേ കൂടെ. ഫൈൻ ലുക്ക് ആണോ? തുണിയൊക്കെ ഉണ്ട്. ഇതുപോലെ വൃത്തിയുടെ കുറച്ച് വൃത്തിയുണ്ടായിരുന്നു കുറച്ച് നേരം വരെ. കൊള്ളാടിപ്പ നല്ല രസമുണ്ട് വീഡിയോ കാണാൻ കണ്ടിട്ട്. പണ്ടത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ 2 കട്ടിൽ കൂടെ നമ്മൾ ഇവിടെ ഇട്ടേക്കണേന്ന്. പിന്നെ ഇവിടെ നിറയെ പെയിന്റ് ഒക്കെ പോയി അലമ്പായിരുന്നു. അപ്പൊ പറഞ്ഞായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോണ്ടാണ് കേട്ടോ വളരെ ഹാപ്പി ആയിട്ട്, വളരെ പോസിറ്റീവായിട്ട്. എനിക്ക് ആക്ച്വലി 2025 അത് നല്ലതാണ്. കുറേ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഫോർ മൈ ഹെൽത്ത് വൈസ് ഭയങ്കര വീക്കായിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. ഡെഫിനറ്റ്ലി ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, ദാറ്റ്സ് വൈ. പ്രഗ്നൻസി ഒരു വീക്കായ ഒരു അല്ല പ്രഗ്നൻസി വീക്കാണോ എന്താണ്, പ്രഗ്നൻസി ഭയങ്കര ഹെൽത്തി ആയിട്ട് എന്താ പറയുക, എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റും, നമുക്ക് തളർച്ചയില്ല. അത് ഈവൻ അടുപ്പിച്ചുള്ള ഒരു 3rd പ്രഗ്നൻസി കൂടെ ആണെങ്കിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞെങ്കിൽ നല്ല വയ്യായിക ഉണ്ടായിരുന്നു വയസ്സ്. സോ അങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഇയർ ലാസ്റ്റ് ഇയർ. അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ കമ്മിങ് ഇയർ അടിപൊളിയാക്കണം, എൻ്റെ ഹെൽത്തൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇന്നത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും നിങ്ങൾ 2026 കാണാൻ അല്ലേ? അല്ല ജിമ്മിന് വേണ്ടി പരിപ്പടി വഴി നടന്നിരുന്നാളാ. ജിമ്മിന് കുറച്ച് കാശ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് എല്ലാ വർഷവും. വെറുതെ 4 ദിവസം പോയാ ഉറപ്പിക്കാം 5ാം ദിവസം പോകും. സോ വാട്ട് എവർ ഗൈസ്, ടുഡേ ഈസ് ഗുഡ് ഡേ. 2026 സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് നല്ല ദിവസമാണ് അല്ലേ? പോസിറ്റിവിറ്റി ഉണ്ട്, എന്നാ പറയുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, ഒരു സമാധാനമൊക്കെ ഉണ്ട്. ഞങ്ങൾ റൂം അറേഞ്ച് ചെയ്തോണ്ടാണ് മെന്റലി ഒരു ഗുഡ് ഫീൽ അല്ലേ? കണ്ടുകൊണ്ട് വെറുതെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യണം. അതായിരിക്കാം. പിന്നെ വേറെ 2026 ഫസ്റ്റ് ഡേ ആണെങ്കിൽ പോലും ആസ് യൂഷ്വൽ നമ്മൾ ഓരോ ഡേയ്സ് കഴിഞ്ഞ് തന്നെയുള്ളത്. കാരണം ഒരു ആസ് യൂഷ്വൽ ഡേ ആയിരുന്നു. എല്ലാവർക്കും ഒരു ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. എൻ്റെയും ഇച്ചാൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ ആവട്ടെ എല്ലാവർക്കും. ആൻഡ് ഓൾസോ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.